രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ ഭരണം 2 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. തുടർച്ചയായ പിണറായി വാഴ്ചയുടെ 7ാം വർഷങ്ങൾ. സർക്കാരിന് വേണ്ടി കൂലി വാങ്ങി PR വർക്കുകൾ ചെയ്യുന്ന സൈബർ വേലക്കാർ 2ാം വാർഷികാഘോഷം കളറാക്കാൻ തങ്ങളാലാകുന്ന എല്ലാ ഏച്ചുകെട്ടലുകളും വിളിക്കിച്ചേർക്കലുകളും നടത്തുന്നുണ്ടെങ്കിലും അഴിമതിയിലും ഉലക പര്യടനത്തിലും സ്വജന പക്ഷപാതത്തിലും വിലക്കയറ്റത്തിലും നികുതി വർധനവിലുമൊക്കെ മുങ്ങി ആകെ വികൃതമായി പോയ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനാകാതെ കുഴയുകയാണ് അവർ. കൊച്ചു കുട്ടികൾ പോലും വികലമായ സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദിവസേന സോഷ്യൽ മീഡിയകളിലെത്തി കേരളത്തിൻ്റെ വർത്തമാനകാല ഗതികൾ തുറന്നു കാണിക്കുമ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അവർ ഉയർത്തിപ്പിടിച്ച പരസ്യവാചകത്തിൻ്റെ 2ാം മീനിങ് ആണ് വാസ്തവത്തിൽ അച്ചിട്ടായിരിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങളുടെയും ആശ്രിത വാത്സല്യ ദൗർബല്യങ്ങളുടെയും വോട്ട് ബാങ്ക് കടപ്പാടുകളുടെയും പാരമ്യതയിൽ നീങ്ങുന്ന സർക്കാരിന്റെ നിസ്സഹായതകളെ മുതലെടുക്കുന്ന തരത്തിൽ ലഹരി മാഫിയകളും മതഭ്രാന്തന്മാരും സാമൂഹ്യ വിരുദ്ധന്മാരും തീവ്രവാദ ബന്ധമുള്ള ക്രിമിനലുകളും ദിനം പ്രതി അഴിഞ്ഞാടുകയാണ്. 2ാം പിണറായി ഭരണ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതം ദിവസങ്ങൾ ചെല്ലുന്തോറും ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണെന്ന കാര്യം പറയാതെ ഇവിടെ തരമില്ല. ഇവിടെ ന്യൂനപക്ഷം എന്നാൽ അത് ക്രൈസ്തവർ കൂടെ ചേർന്നതാണെങ്കിലും ന്യൂനപക്ഷത്തിന്റെ ഒരു പരിഗണനകളും അവർക്ക് നൽകാതെ അർഹതയുള്ള ഇടങ്ങളിൽ നിന്ന് പോലും അവർ നിരന്തരമായി അവഗണിക്കപ്പെടുകയും അവർ കാലങ്ങളായി പിന്തുടർന്നു പോരുന്ന അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലേക്കുമെല്ലാം അധികാരത്തിന്റെ പിൻബലത്തിൽ അന്തസ്സില്ലാതെ അധിനിവേശം നടത്തി ക്രൈസ്തവ വികാരങ്ങളെ പൊള്ളലേൽപ്പിക്കുകയും ചെയ്യുന്ന നടപടികൾ മുമ്പില്ലാത്ത വിധത്തിൽ കേരളത്തിൽ പെരുകിയിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തോട് ഈ സർക്കാർ കാട്ടിയ ഏറ്റവും വലിയ നീതി നിഷേധവും ധിക്കാരവുമായിരുന്നു തൻ്റെ കയ്യിലിരുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കടുത്ത സ്വജന പക്ഷപാതിയായ വി അബ്ദുറഹ്മാൻ എന്ന മന്ത്രിയെ ഏൽപ്പിച്ചത്. മുമ്പ് കടുത്ത വർഗീയവാദിയായ KT ജലീൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈവശം വെച്ച് അതിനെ മുസ്ലിം ക്ഷേമ വകുപ്പാക്കി മാറ്റിയപ്പോൾ അതിനെതിരെ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയും അങ്ങനെ ആ വകുപ്പ് മുഖ്യമന്ത്രി കയ്യിൽ ഏറ്റെടുക്കുകയും ക്രൈസ്തവരുടെ പ്രതിഷേധങ്ങൾ തണുത്തപ്പോൾ മംഗലപ്പുഴ സെമിനാരിയുടെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടകനായി എത്തി ക്രൈസ്തവ സഭകളെ സുഖിപ്പിച്ചു പോയ മുഖ്യമന്ത്രി വോട്ട് ബാങ്ക് പ്രീണനം മാത്രം ലാക്കാക്കി താൻ ഉദ്ദേശിച്ചവർക്ക് തന്നെ ആ വകുപ്പ് സമ്മാനിച്ചുകൊണ്ട് ക്രൈസ്തവർക്ക് നൽകിയത് കനത്ത പ്രഹരമാണ്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കാലാകാലങ്ങളിൽ ത്യാഗം ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ കിടപ്പാടത്തിന് വേണ്ടി വിഴിഞ്ഞത്ത് സമരം ചെയ്തപ്പോൾ അത് തിരക്കഥയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ഗുണ്ടകളെ കളത്തിലിറക്കി വൈദികരെ കേട്ടാലിറക്കുന്ന അസഭ്യം പറഞ്ഞും സമരത്തെ പൊളിക്കാൻ കള്ളക്കേസുകൾ ഉണ്ടാക്കി മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലിനെയും അബ്ദുറഹ്മാനെയും ഇറക്കി ക്രൈസ്തവരെ രാജ്യദ്രോഹികളെന്നും തീവ്രവാദികളെന്നും വിളിച്ചതും ക്രൈസ്തവർക്ക് ഈ പിണറായി സർക്കാർ ശരിയാക്കി തന്ന വലിയ കാര്യങ്ങളാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തീവ്രവാദിയായി ഒരാൾ അഭിനയിച്ചതിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എതിർത്ത് അയാൾക്കെതിരെ കേസെടുത്ത പിണറായി സർക്കാർ ഇസ്ലാമിസ്റ്റുകളെ പരമാവധി പ്രീതിപ്പെടുത്താനും സുഖിപ്പിക്കാനും കിണഞ്ഞ് ശ്രമിച്ചപ്പോൾ ക്രൈസ്തവ സന്യാസത്തെ ഹീനമായി കളിയാക്കിയ കക്കുകളി എന്ന നാടകത്തിന് വേണ്ട പ്രോത്സാഹനം കൊടുത്തും ക്രൈസ്തവരുടെ പ്രതിഷേധത്തിന് പുല്ല് വില പോലും നൽകാതെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതും പിണറായിയുടെ ഈ സർക്കാരിൻ്റെ കാലത്താണ് എന്ന് ക്രൈസ്തവരാരും മറക്കില്ല. ഒടുവിൽ തീവ്രവാദികൾക്ക് വിഷമമുണ്ടാക്കുന്ന കേരള സ്റ്റോറി പുറത്തിറങ്ങേണ്ടി വന്നു. കക്കുകളി എന്ന കള്ളക്കളി അവസാനിപ്പിക്കാൻ എന്നതും ക്രൈസ്തവർ മറക്കില്ല. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി മുസ്തഫ എന്ന ഒരു മത തീവ്രവാദി ക്രൈസ്തവരുടെ ജീവന്റെ ആധാരമായി ബൈബിൾ കത്തിച്ച് ചാമ്പലാക്കിയതും ഇതേ സർക്കാർ വാഴ്ചയുടെ നടുക്കാണ്. ആ തിന്മയ്ക്കെതിരെ ക്രൈസ്തവരുടെ പക്ഷത്ത് നിന്ന് ഒരു വാക്ക് പോലും സംസാരിക്കാൻ ഭരണപക്ഷമോ പ്രതിപക്ഷമോ തയ്യാറായില്ല എന്നതും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് വികലമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് പിണറായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ പലതും ക്രൈസ്തവ വികാരങ്ങൾക്ക് എതിരായിട്ടായിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ NSS ക്യാമ്പും ഞായറാഴ്ചകളിൽ ഫയൽ തീർപ്പാക്കൽ യജ്ഞവും ലഹരി ബോധവൽക്കരണ ക്ലാസുകളും നടത്തി ഞായറാഴ്ചയെ പ്രവൃത്തി ദിവസമാക്കാനുള്ള നീക്കവും
ഈ പിണറായി സർക്കാരിന്റെ ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങളിൽ പെട്ടത് തന്നെയാണ്. കയ്യൂക്കുള്ളവൻ കാരിക്കാരൻ എന്ന പഴമൊഴി പോലെ കൂടുതൽ വോട്ട് ഷെയറുള്ള ഒരു സമുദായത്തെ മാത്രം പ്രീതിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നഗരസഭയുടെ പൊതു സൈറൻ പോലും മുഴക്കിയും ഡ്യൂട്ടിക്കിടയിൽ പോലും അവർക്ക് പ്രാർത്ഥിക്കാൻ അവസരമൊരുക്കുകയും ചെയ്ത അതേ സർക്കാർ തന്നെയാണ് ക്രൈസ്തവരുടെ വിശ്വാസത്തോടെ തരംതിരിവിന്റെയും പക്ഷപാതത്തിന്റെയും ഭരണം കാഴ്ചവെക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ലക്ഷദ്വീപ് കൊച്ചി കടലിലൂടെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ അനിതര സാധാരണമായി കേരളത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കേരളം സ്മരിക്കുന്നത് പാലാ പിതാവിന്റെ വാക്കുകളെയാണ്. അഭിവന്ദ്യ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് വ്യവഹാരത്തിനെതിരെ സഭയിൽ മുന്നറിയിപ്പ് നൽകിയപ്പോൾ പിതാവിനെതിരെ കേസെടുത്തത് ഈ പിണറായി സർക്കാർ തന്നെയാണ്. പക്ഷേ കാലം പിതാവിന്റെ വാക്കുകളെ തെളിയിച്ചു. അവസാനമായി ക്രൈസ്തവരുടെ അവസ്ഥകളെക്കുറിച്ച് പഠിച്ച JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കൈകളിൽ എത്തിയിരിക്കുന്നു. അതിന്മേൽ മുഖ്യമന്ത്രിയുടെ തുടർ നടപടി എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. മുഖ്യമന്ത്രിയിൽ നിന്ന് ക്രൈസ്തവർക്ക് നന്മ വരുമോ? കാത്തിരുന്ന് കാണാം. ക്രൈസ്തവരുടെ കൂടി വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ ശേഷിക്കുന്ന 3 വർഷമെങ്കിലും കേരളത്തിലെ ജനത്തെ ഒന്നായി കണ്ട് നന്മ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 വർഷം പൂർത്തിയാക്കിയ രണ്ടാം പിണറായി സർക്കാരിന് ഭാവുകങ്ങൾ.